ഇനി എന്താണ് പരിഹാരം? നമ്മൾ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയി, പണ്ടൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചു, അങ്ങനെയൊക്കെ പോയി. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ഒരു ഒരു പഠിപ്പിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇത് നമുക്ക് പറ്റില്ല. മറിച്ച് നമുക്ക് പറ്റാവുന്ന കാര്യമുണ്ട്. നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നവരാവുക, നമ്മൾ അധ്യാപകന്മാരാവുക. നമ്മളെ മക്കളെ, പേരമക്കളെ, നമ്മളെ ജ്യേഷ്ഠൻ്റെ, അനുജത്തിൻ്റെ, ജ്യേഷ്ഠത്തിൻ്റെ അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന സകല കുട്ടികളെയും നമുക്കവരെ പഠിപ്പിക്കാം, അവരെ ട്രെയിൻ ചെയ്യാം. കാറാകാം, ബൈക്കാകാം, സ്കൂട്ടിയാകാം. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇതോടു കൂടി നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും, നല്ല സ്വഭാവത്തോടെ. അതിലൂടെ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ബൈക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ക്വാളിറ്റി തരും. ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ, മനുഷ്യന്മാർ നമ്മൾ പല രീതിയിലുള്ള കുട്ടികളുണ്ട്, പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ നമുക്ക് നല്ലൊരു സഹനം, നല്ലൊരു ക്ഷമ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ക്ഷമയുള്ളവരാകും. അതുപോലെ ഇപ്പോൾ കാറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ചുരുങ്ങിയ ആളുകളെ കാറ് പഠിപ്പിച്ചു. കാരണം ഞാൻ തന്നെ കാർ ഇപ്പോൾ അടുത്താണല്ലോ അടുത്ത്. അപ്പോൾ അവരൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷണലി നല്ല അടുപ്പമുണ്ടാകും അവരുമായിട്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നവരാകും. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും കുട്ടികൾ കുശുമ്പ് കാണിക്കും, വികൃതി കാണിക്കും, ചിലപ്പോൾ അസൂയപരമായ പെരുമാറ്റം കാണിക്കും. അവരെ നല്ല രീതിയിൽ തിരുത്തി കൊടുക്കാൻ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കിപ്പിക്കുക കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം. മൂന്നാർ പോകാം, വയനാട് പോകാം, ടൂർ പോകാം, ലഡാക്കിൽ പോകാം. എവിടെ വേണമെങ്കിലും നമുക്ക് പോകാനുള്ള അവസരം ഇനിയുണ്ട് കഴിയുന്ന ആളുകൾക്ക്. സാമ്പത്തികമായി നമുക്ക് വലിയ എമൗണ്ട് നമ്മൾ ടൂർ പോകുക, ഒരു സ്ഥലത്ത് പോകാൻ നമുക്ക് ഞാനൊക്കെ ആഗ്രഹിക്കാറ് എവിടെയെങ്കിലും ഒന്ന് പോകണം. ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ ഒന്ന് കൊച്ചി പോകണം, വണ്ടർല പോകണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് നമ്മൾ കണക്കൂട്ടൽ. പക്ഷേ വളരെ ചുരുങ്ങിയ ലെവലിൽ നമ്മളത് പാക്കേജ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, മുമ്പ് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ പോകണം, ഇവിടെയൊക്കെ ലാൻഡ് ചെയ്യണം, ഇവിടെ സ്പെൻഡ് ചെയ്യണം, ഇവിടെ പോകണം, ഇവിടെ സന്ദർശിക്കണം, ഇവിടെ ഇത്ര മണിക്ക് പോകണം എന്നൊക്കെ കൃത്യമായ രൂപരേഖ നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ, കൃത്യമായൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പോയിട്ട് വരാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ ടൂർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെയൊക്കെ ചിന്തയിൽ വരെ വലിയൊരു എമൗണ്ടാണ്. അതുകൊണ്ടാണ് പല ടൂറും നമ്മൾ പ്ലാൻ ആക്കുകയും പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി ആലോചിച്ച് ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുകൾ, നല്ല ഫോട്ടോസുകൾ പകർത്താനുള്ള നല്ല ക്യാമറകൾ ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഇനി നമുക്ക് പോവുകയും ക്യാമറയിൽ പകർത്തുകയും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്ന അവസ്ഥ ഇനിയുണ്ട്. നമുക്കവിടെയൊക്കെ പോകാം, കാണാം, സന്ദർശിക്കാം. അതുപോലെ ഒരുപാട് ആളുകളുമായി നമുക്ക് ഇടപഴകാം. പറയാനുള്ള കാരണം പലപ്പോഴും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള വേവലാതി ഭയങ്കര കൂടുതലാണ്. പല ആളുകളും ജീവിക്കുന്നത് ഒന്നിക്ക് പണ്ട് നടന്ന ആ ടെൻഷനിലാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയ ടെൻഷനിലാണ്. നേരെ മറിച്ച് ഹാപ്പി ആയിട്ട് ഇന്ന് സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അതുപോലെ നല്ല നല്ല പ്ലാനുകളൊക്കെ ചെയ്യാം. നല്ല നല്ല പ്ലാനുകൾ നാളേക്ക് വേണ്ടി നല്ല പ്ലാനുകൾ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു ടെൻഷൻ